നേതാക്കൾ ഇവിടുത്തെ പെരുന്നയിലെ NSS ആസ്ഥാനത്തിനും സുകുമാരൻ നായർക്കും എതിരാണെന്ന് തോന്നിക്കുന്ന മട്ടിൽ, പേരൊന്നും പറഞ്ഞിട്ടല്ലെങ്കിൽ വളരെ പ്രകടമാണ്, അത് വലിയ സംവാദമായിട്ട് വളർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, അതുപോലെ നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, അതുപോലെ തന്നെ നമ്മുടെ ബംഗാൾ ഗവർണറായിരുന്ന CV ആനന്ദബോസ്, അവർ 3 പേരും ഒരേ സ്വരത്തിൽ ഒരേ താളത്തിൽ ഈ ഒരു ഏകാധിപത്യ പ്രവണത കേരളത്തിലെ NSSനെ തകർക്കുന്നു എന്ന നിലപാട്, സുകുമാരൻ നായർക്കെതിരായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതാണ് ഒരു സ്റ്റാൻഡ്. ആ വിഷയത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ, കേരളത്തിലെ BJP പ്രസിഡന്റ്, പ്രതികരിച്ചത് അവർക്ക് അനുകൂലമായിട്ടല്ല. സുകുമാരൻ നായർ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്, NSSനെ ആക്ഷേപിക്കുന്ന നിലപാട് ഒരു കാരണവശാലും BJP എടുക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ ഇഷ്യൂവിൽ പൾസ് നോക്കിയാൽ അറിയാം, അതുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകളുടെയും താഴെ മഹാഭൂരിപക്ഷം മനുഷ്യരും, പ്രത്യേകിച്ച് ഹിന്ദു സമുദായത്തോട് താല്പര്യമുള്ള ആളുകളൊക്കെ തന്നെ സുകുമാരൻ നായരെ കറക്റ്റ് ചെയ്യണം എന്ന നിലപാടാണ് സ്വീകരിച്ചത്. BJP മറിച്ചൊരു നിലപാട്. രണ്ടാമത്തെ നിലപാട് നമുക്കൊക്കെ പ്രിയപ്പെട്ട ഡോക്ടർ KS രാധാകൃഷ്ണൻ സാറ്, BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, മലയാളത്തിലെ പേരുകേട്ട അക്കാഡമീഷ്യൻ, അദ്ദേഹം എടുത്ത നിലപാടാണ്. അദ്ദേഹം തന്ത്രി കുടുംബം ശബരിമലയിൽ ചെലുത്തുന്ന പാരമ്പര്യമായ സ്വാധീനത്തിന് അറുതി വരുത്തേണ്ടതുണ്ട്. അവരുടെ പേരിൽ ഒരുപാട് ആരോപണങ്ങൾ വന്നു, കുറ്റകൃത്യങ്ങൾ വന്നു, അഴിമതി വന്നു, സദാചാര പ്രശ്നങ്ങൾ വന്നു. ഇപ്പോ അവര് ഈ ഏറ്റവും ഒടുവിലത്തെ ശബരിമല കൊള്ളക്കേസിൽ 2 തന്ത്രിമാർ പ്രതികളാക്കപ്പെട്ടു, ഒരാള് അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. ഇപ്പൊ അവർ വെച്ചിരിക്കുന്ന നിർദ്ദേശം, ഞങ്ങൾ വരുന്നില്ല, ഞങ്ങൾ നിരപരാധികളാ, കേസ് വന്നതുകൊണ്ട് ഞങ്ങൾ വരുന്നില്ല, പക്ഷെ ഞങ്ങളുടെ കുടുംബത്തിലെ ഇളയ മുറയിലെ ഒരാൾ വരേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് അവർ തന്നെ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ രാധാകൃഷ്ണൻ സാർ, KSR ഉന്നയിച്ച ഒരു ഇഷ്യൂ, എന്തിനാണ് ഇവരെ ഇങ്ങനെ ഒരു കുടുംബത്തെ ഒരു ഹൈന്ദവ ദേവാലയത്തിൽ ഇങ്ങനെ പോറ്റിക്കൊണ്ടിരിക്കുന്നത്, അതിലെന്തെങ്കിലും ധാർമ്മികമായി ശരിയുണ്ടോ എന്നാണ് ആ ചോദ്യം. അദ്ദേഹം ചോദിച്ചത് ശരിയാണെന്ന് അദ്ദേഹം ഉന്നയിച്ച എല്ലാ ഇഷ്യൂസിലും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ ഞാൻ കണ്ടു. അദ്ദേഹം മീഡിയക്ക് മുമ്പിൽ പറഞ്ഞിടത്തൊക്കെ അദ്ദേഹത്തിന് അനുകൂലമായിട്ടാണ് ആളുകൾ പ്രതികരിച്ചത്. ആ വിഷയത്തിലും ഇന്ന് രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞിരിക്കുന്നു, ഏത് ഭാരവാഹിയായാലും വ്യക്തിപരമായി പറഞ്ഞ അഭിപ്രായങ്ങളെ വ്യക്തിപരമായിട്ട് എടുത്താൽ മതി, ഒരു കാരണവശാലും ശബരിമലയിലെ തന്ത്രി കുടുംബത്തെ വേദനിപ്പിക്കുന്ന ഒരു നിലപാട് BJP സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ 2 ഇഷ്യൂവിലും എന്താണ് കേരളത്തിലെ ഹൈന്ദവ മനസ്സുകളുടെ വികാരമെങ്കിലും മാനിക്കാൻ BJP എന്ന പാർട്ടിക്കും അതിന്റെ സംസ്ഥാന പ്രസിഡന്റും സാധിക്കാത്തത് എന്തുകൊണ്ടാവും? 2 പ്രശ്നമാണല്ലോ. ഒന്ന് NSSന്റെ, അത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. NSSന്റെ ഈ മന്നം സമാധി മണ്ഡപം, അത് NSSന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അവിടെ NSSന് ആരെ കയറ്റാതിരിക്കണം എന്നൊക്കെ NSSന് തീരുമാനിക്കാം. ഇപ്പം എൻ്റെ വീട്ടിൽ രാഷ്ട്രപതി വരുന്നു, വരണ്ടെന്ന് പറയാൻ എനിക്കൊരു അവകാശമുണ്ട്. എൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് എൻ്റെ വീട്. അവിടെ ആര് കയറണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിക്കും. ഇത് അടിസ്ഥാനപരമായ ഒരു ശല്യമായിട്ട് മലയാളി മനസ്സിൽ കിടക്കുന്നു. മന്നത്ത് പത്മനാഭൻ എന്ന മഹാസാമൂഹ്യ പ്രവർത്തകൻ, അദ്ദേഹത്തിൻ്റെ സമാധി എന്നുള്ള പ്രയോഗം അത്ര ശരിയൊന്നുമല്ല. അദ്ദേഹം ഒരു ആത്മീയ തേജസ്സൊന്നും ആയിരുന്നില്ല. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച സാമൂഹ്യ പ്രവർത്തകൻ, സാമൂഹ്യ പരിഷ്കർത്താവ് എന്നൊക്കെ പറയാം. സമാധിയൊന്നും ആയിരുന്നില്ല. ഒരു ആത്മീയ പ്രയോഗമാണല്ലേ. പിന്നെ സമാധി എന്ന് പറഞ്ഞാൽ സമാധി ഇരുത്തുക. സാധാരണ ഇവർ മരിക്കാറാവുമ്പോൾ അവരെ ഇരുന്നാണ് സമാധിയാകുന്നത്. അതിന് കുറേ ചടങ്ങുകളും സംഗതിയൊക്കെ ഉണ്ട്. അത് എല്ലാം ത്യജിച്ച സന്യാസികൾക്ക് ഉള്ളതാണ് സമാധി. എന്ത് വാങ്ങിക്കോട്ടെ, ഒരു ബഹുമാനം കൊണ്ട് സമാധി എന്ന് പ്രയോഗിക്കുന്നു, അതിൽ കുഴപ്പമില്ല. അപ്പോൾ ഈ സമാധി ഇരിക്കുന്ന സ്ഥലം NSSൻ്റെയാണ്, NSSൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇത് പബ്ലിക് പ്രോപ്പർട്ടിയാണ് എന്ന് പലരും ധരിക്കുന്നു. മന്നം നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ മന്നം. അപ്പോൾ അത് പബ്ലിക് പ്രോപ്പർട്ടി പോലെ എന്ന് ധരിച്ചിട്ട് നമ്മളവിടെ കയറാൻ ശ്രമിക്കുന്നു. NSS അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നുള്ള അധികാരം ഒന്ന് അസേർട്ട് ചെയ്യണം എന്ന് കൂടെ അവർക്കും തോന്നുന്നു. ഇതിങ്ങനെ എല്ലാവർക്കൊന്നും കയറാനുള്ള സ്ഥലമല്ല കേട്ടോ എന്നൊരു മെസ്സേജ് കൊടുക്കേണ്ടതല്ലേ എന്ന് അവർക്കും തോന്നുന്നു. NSS അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയായി ഇരിക്കുമ്പോൾ തന്നെ പബ്ലിക്കിനായിട്ട് അത് തുറന്നു കൊടുക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ.
ഞാൻ പോയാലും സാറ് പോയി കഴിഞ്ഞാലും അവിടെ കയറാൻ പറ്റണം. ഒന്നുമില്ല, അത് തുറന്നിടുക, ഒരു വാച്ച്മാനെ വയ്ക്കുക. കമ്പനിയാണല്ലേ രജിസ്ട്രേഷനിൽ? അതെ, അത് ഇപ്പോൾ അവർ ഈ കഴിഞ്ഞ ഡയറക്ടർ ബോർഡ് കൂടിയിട്ട് അവരുടെ ജനറൽ ബോഡിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതിലവർ വേറെ ഒരു സംവിധാനം ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞു. എനിക്ക് ഉറപ്പില്ല. NSS എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള ഒരു സംഘടനയാണ്. കേരളത്തിലെ ഏതോ ആക്ട് വെച്ചിട്ട് പ്രവർത്തിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് അവർ പാസ്സാക്കി. അപ്പോൾ അതുകൊണ്ട് ഈ ഡൽഹി NSS, ബാംഗ്ലൂർ NSS, തെലങ്കാന NSS ഞങ്ങൾക്ക് ബന്ധമൊന്നുമില്ല. ഇത് കേരളത്തിനുള്ളിലെ ഒരു സംഘടനയാണ്. ഓക്കെ. അപ്പോൾ അത് പബ്ലിക്കാക്കാൻ എന്താ വഴി? അപ്പോൾ ഇത് NSS വിചാരിച്ചാൽ മതി. ഈ സമാധി മണ്ഡപം ഇരിക്കുന്ന സ്ഥലം പെരുന്നയിൽ ഉണ്ടല്ലോ, ഈ ഇടതുവശത്ത് നമ്മൾ പെരുന്ന മെയിൻ റോഡിൽ നിന്ന് നോക്കുമ്പോൾ ഇടതുവശത്ത് NSSൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, വലതുവശത്ത് മന്നം സമാധി മണ്ഡപത്തിന് ഒരു കോമൺ ഗേറ്റ് കൊടുക്കുക റോഡിൽ നിന്ന് തന്നെയോ. അത് പബ്ലിക്കിന് കയറാവുന്ന, അവിടെ വേണമെങ്കിൽ ഒരു കാവൽക്കാരനെയൊക്കെ വയ്ക്കാം. കാരണം നിങ്ങൾക്ക് ജാഥ പ്രകടനം ഇതൊക്കെ വന്ന് അതിനകത്ത് കയറിയിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കാനായിട്ട് ഗേറ്റ് പൂട്ടിയിട്ടൊരു കാവൽക്കാരന് ആരെങ്കിലും സന്ദർശിക്കാൻ വന്നാൽ തുറന്നു കൊടുക്കുക. അങ്ങനെ റെസ്ട്രിക്ഷൻ വയ്ക്കാം. ബട്ട് ട്രീറ്റ് ഇറ്റ് ആസ് എ പബ്ലിക് പ്ലേസ്. ഇപ്പോൾ പ്രൈവറ്റ് ക്ഷേത്രങ്ങളുണ്ടല്ലോ, അതിൻ്റെ പെരുമാറ്റം പബ്ലിക്കാണ്, എൻട്രി പബ്ലിക്കാണ്, ഉടമസ്ഥത മാത്രമാണ് പ്രൈവറ്റ്. ഇപ്പോൾ പ്രൈവറ്റ് ക്ഷേത്രങ്ങൾ രാവിലെ 5:30 മണിക്ക് തുറന്നു കഴിഞ്ഞാൽ ആർക്കും കയറിച്ചില്ല, നട തുറന്ന് കിടക്കും, ആർക്കും കയറാം, തൊഴാം, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. ഉടമസ്ഥത പ്രൈവറ്റ്. ഓക്കെ. ഇതുപോലെ മന്നം സമാധിയും പ്രൈവറ്റായിട്ടിരിക്കുമ്പോൾ തന്നെ പബ്ലിക്കിന് കയറാൻ പറ്റിയ രീതിയിൽ അതാക്കുക ആണ് എൻ്റെ പരിഹാരം. അതാണ് NSS ചെയ്യേണ്ടത്. കാരണം പബ്ലിക് അത് ആഗ്രഹിക്കുന്നു. അപ്പോൾ പിന്നെ ഈ റെസ്ട്രിക്ഷൻസ് പ്രശ്നമൊന്നുമില്ല. അത് ആര് കറക്റ്റ് ചെയ്യും അദ്ദേഹത്തെ? അല്ല, അത് NSSനുള്ളിൽ നിന്ന് തന്നെ കറക്ഷൻ ഉണ്ടാകും എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. സുരേഷ് ഗോപി പറഞ്ഞത് ശുദ്ധീകരണം നടക്കും. ശുദ്ധീകരണം നടത്തും എന്നല്ല, ശുദ്ധീകരണം നടക്കും, ശുദ്ധീകരണം ഉണ്ടാവും, ഇങ്ങനെയാണ് സുരേഷ് ഗോപിയുടെ ആ പ്രയോഗം. അതായത് ഓർഗാനിക്കായിട്ട് ഈ മാറ്റം അവിടെ വന്നോളൂ, അതിന് വഴക്കൊന്നും വേണ്ട കേട്ടോ എന്ന് പറഞ്ഞാണ് സുരേഷ് ഗോപി അവസാനിപ്പിക്കുന്നത്. സുരേഷ് ഗോപി ഒരു കൺഫ്രണ്ടേഷന് പോയിട്ടില്ല. ഇല്ല. അപ്പോൾ CP രാധാകൃഷ്ണനാണ് കുറച്ചുകൂടി ഷാർപ്പായിട്ട് പറഞ്ഞത്. പിന്നെ ഈ നായയെ കയറ്റിയുള്ള പരിശോധന, ഈ ആധുനിക സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ വേണ്ടെന്ന് പറയാം, സുരക്ഷാ പ്രോട്ടോകോൾ അല്ലാത്ത വഴികൾ. അതേസമയം ഈ മന്നം സമാധി മണ്ഡപം ഒരു അമ്പലമാക്കി ക്ഷേത്രമാക്കി മാറ്റുകയും ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ മന്നം പിന്നെ ആകാശത്തേക്ക് പോവുകയും ഭൂമിയുമായിട്ട് ബന്ധം നഷ്ടപ്പെടുകയും ചെയ്യും. അത് പിന്നെ അവിടെ രാവിലെ ഉഷപ്പൂജ, വൈകുന്നേരം ദീപാരാധന, മന്നത്തിന് ഒരു പാൽപ്പായസം നേർന്നാൽ പരീക്ഷ ജയിക്കും, വഴിപാട് വിവരം, ഇതുപോലെയൊക്കെ സാധനങ്ങൾ വരും. അപ്പോൾ അങ്ങനെ അത് ഗുണത്തേക്കാളേറെ ദോഷമേ ചെയ്യുള്ളൂ. അപ്പോൾ ഈ കേരളത്തിലെ NSSനകത്ത് ഒരു ശാന്തമായ പരിവർത്തനം അല്ലെങ്കിൽ മാറ്റം നടക്കുമെന്ന് തന്നെയാണ്. നടക്കും എന്നാണ് സുരേഷ് ഗോപി പ്രതീക്ഷിച്ചത്. അത് തന്നെ ഞാനും പ്രതീക്ഷിക്കുന്നു. അത് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ BJP സംസ്ഥാന പ്രസിഡന്റും പ്രതീക്ഷിക്കുന്നത്. അതായിരിക്കണം രമ്യതയുടെ ഒരു മാർഗം. പൊളിറ്റിക്കൽ പാർട്ടിയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് അതിലെ അംഗങ്ങൾ ചിലപ്പോൾ ഷാർപ്പായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് വരും. പക്ഷേ അധ്യക്ഷൻ ഒരു സമാജത്തിൻ്റെ ഭാഷ പറയുന്ന രമ്യതയുടെ ഒരു ഭാഷ. ഓക്കെ. ഇതൊരു ഹിന്ദു സമാജത്തിൻ്റെ വിഷയമായിട്ട് നമ്മളെടുത്താൽ തന്നെ ഇറ്റ് ഈസ് ഓൾ ദ മോർ ഇൻകംബന്റ് അപ്പോൺ ഹിം ടു സ്പീക്ക് ഇൻ എ വെരി സൂതിങ് ടോൺ. ശബരിമലയിലേക്ക് വന്നാലോ? ശബരിമലയിൽ വാസ്തവം പറഞ്ഞാൽ അതൊരു ധാർമ്മിക പ്രശ്നമാണ്. തന്ത്രിമാർ ഈ നിയമം, ജാമ്യം, അത് ഇതൊക്കെ വെച്ച് വാദിക്കരുത്. സുപ്രീം കോടതിയുടെ വിധിയുണ്ട്, ഉണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ ധർമ്മം പാലിച്ചോ. സുപ്രീം കോടതി അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും സാർ ഒരു കേസ് സാർ നോക്ക്, ഓരോ വക്കീലും ചെയ്യുന്നത് തനിക്ക് അനുകൂലമായ വിധികൾ എടുത്തിട്ട് ഇതിലിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മറ്റേയാളും അയാൾക്ക് അനുകൂലമായ കുറേ വിധികളുണ്ട് ഇതേ സബ്ജക്റ്റിൽ.
ഇപ്പോൾ സാറ് നോക്കുമ്പോൾ ഈ സുഗതൻ്റെ സത്യപ്രതിജ്ഞ ഉണ്ടല്ലോ, അതിൽ വിരുദ്ധാഭിപ്രായമുള്ള വിധികളുണ്ട് ഹൈക്കോടതിയുടെ തന്നെ. ശരി. ഇവർ ചെയ്ത സത്യപ്രതിജ്ഞ ശരിയാണ് എന്ന് പറഞ്ഞുള്ള വിധിയുണ്ട്, വിധികളുണ്ട്. തെറ്റാണെന്ന് പറഞ്ഞുള്ള വിധിയുണ്ട്. അപ്പം പിന്നീട് വിധിക്കുന്ന ആൾക്കാർ ഇത് രണ്ടും കൂടെ പരിഗണിച്ചിട്ട് ഇതാണ് കൂടുതൽ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് സർക്കസ് കാണിച്ചാണ് പിന്നെ വിധിക്കുന്നത്. അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇത് വെച്ചിട്ട് ധാർമ്മിക കാര്യങ്ങൾ തീരുമാനിക്കരുത്. ഇത് വസ്തുതർക്കമോ സംഗതിയൊന്നും അല്ലല്ലോ. ഇപ്പോൾ ഈ തന്ത്രസമുച്ചയത്തിലാണെങ്കിലും കുഴിക്കാട്ട് പച്ചയിലാണെങ്കിലും ആചാര്യലക്ഷണം എന്ന് പറയുന്നു. തന്ത്രിയാണ് ആചാര്യൻ എന്നാണ് ഇവിടെ വ്യാഖ്യാനം. ആ പറഞ്ഞ ലക്ഷണങ്ങളിൽ ഒന്നെങ്കിലും ഇപ്പോഴുള്ള തന്ത്രിമാർക്കുണ്ടോ? ഒരെണ്ണം. ഇപ്പം അതൊന്നുമില്ലാത്ത, അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ തന്നെ പലപ്പോഴും കോട്ട് ചെയ്യാറുള്ള, അവരുടെ അവകാശങ്ങൾ കോട്ട് ചെയ്യാറുള്ള പുസ്തകമാണ് തന്ത്രസമുച്ചയം. അതിൻ്റെ മലയാളം തർജ്ജമയാണ് കുഴിക്കാട്ട് പച്ച. അപ്പോൾ കുഴിക്കാട്ട് പച്ച കോട്ട് ചെയ്തിട്ട് എനിക്ക് ഇന്ന അവകാശങ്ങളുണ്ട് എന്നവർ വാദിക്കുന്നു. മൂർത്തിയുടെ സ്വഭാവം ഇങ്ങനെയാണെന്ന് വാദിക്കുന്നു. ശരി, കുഴിക്കാട്ട് പച്ചയിൽ നിങ്ങളുടെ യോഗ്യതയെപ്പറ്റി പറയുന്നുണ്ട്. ആ യോഗ്യതയെപ്പറ്റി നിങ്ങൾ സൈലൻ്റ് ആവുന്നത് എന്തുകൊണ്ടാണ്? അതവർക്ക് ബാധകമല്ല. അത് പറയരുത്. ഈ താഴമൺ കുടുംബത്തിന് പാരമ്പര്യമായിട്ട് ഈ ദേവതയുടെ പിതൃസ്ഥാനം ഉണ്ടല്ലോ, അത് ഇതിലുള്ളതാണോ? അങ്ങനെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് അതിൽ ഞാൻ വായിച്ചിട്ടില്ല. ഇല്ല. പിതൃസ്ഥാനീയനാണ് എന്നൊക്കെ പറയുന്നത് പരമ്പരാഗതമായ വിശ്വാസമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ശ്ലോകത്തിൽ അതുള്ളതായിട്ട് എനിക്ക് ഓർമ്മ, റെഡിലി ആ ശ്ലോകം എൻ്റെ കയ്യിലില്ലതാണ്. ബട്ട് സാറേ, ഇതിൻ്റെയൊക്കെ മുകളിലാണ് ധർമ്മം. ഈ ക്ഷേത്രങ്ങൾ ചലിക്കുന്നത് ധർമ്മത്തിൻ്റെ പുറത്താണ്. ധർമ്മത്തിൽ നിന്നാണ് ആചാരങ്ങളുണ്ടാകുന്നത്. ആചാരപ്രഭവോ ധർമ്മസ്യ പ്രഭുരച്യുത എന്നാണ് ശ്ലോകം. അപ്പോൾ രണ്ട് രീതിയിൽ അതിനർത്ഥം പറയാം. ആചാരങ്ങളിൽ നിന്ന് ധർമ്മം പ്രവഹിക്കണം, അല്ലെങ്കിൽ ധർമ്മത്തിൽ നിന്നാണ് ആചാരം ഉണ്ടാവുന്നത്. എങ്ങനെ പോയി കഴിഞ്ഞാലും ധർമ്മമാണ് ഇതിൻ്റെ ബേസ്. തന്ത്രിമാർ ധർമ്മം പാലിച്ചാൽ പ്രശ്നം തീരും. അത് ചെയ്തോ തന്ത്രിമാർ? ഇല്ലല്ലോ. ഇപ്പോഴും തന്ത്രി ചെയ്യുന്നുണ്ട്. ഈ രാമായണത്തിൽ എഴുത്തച്ഛൻ ലോക സ്വഭാവത്തെ പറ്റി പറയുന്നുണ്ട്. ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ. പാമ്പിൻ്റെ വായിൽപ്പെട്ട തവള പ്രാണവെപ്രാളത്തിൽ നിലവിളിക്കുകയാണ് തവള. അപ്പോഴാണ് ഒരു ഈച്ച അതിൽ പോകുന്നു. ഈച്ചയെ തിന്നാനായിട്ട് നാക്ക് നീട്ടും. എന്തൊരു അപഹാസ്യമായി. അതുപോലെയാണ് രണ്ട് പിൻകാലുകൾ പാമ്പിൻ്റെ വായിലായിക്കഴിഞ്ഞ് രണ്ട് കേസും ജാമ്യമൊക്കെ ആയിട്ട് നിൽക്കുക തന്ത്രി. അപ്പോൾ ബ്രഹ്മദത്തൻ എന്ന ഈച്ചയെ അവിടെ സ്ഥാപിക്കണം. മോനെ, ബ്രഹ്മദത്തൻ്റെ ലക്ഷണം വിഷ്ണുനാരായണൻ നമ്പൂതിരി പറയുന്നുണ്ട്. കുറ്റിത്താടി വളർന്നുള്ളവൻ, കാറ്റത്ത് മുടിപാറുവൻ, മെയ്യിൽ പൊടിയണിഞ്ഞുള്ളവൻ, കണ്ണിൽ വെട്ടം ചുരത്തുവൻ. അതാണ് ബ്രഹ്മദത്തൻ. കണ്ണിൽ വെട്ടം ചുരത്തുന്നവനാണോ ഈ ബ്രഹ്മദത്തൻ? ക്വാളിഫൈഡ് ആണ്. ആത്മീയ തേജസ്സുണ്ട്. നിങ്ങളുടെ കണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ ജനങ്ങൾക്ക് കണ്ണും മഞ്ഞളിച്ചു പോകും. അങ്ങനെയുള്ള ആൾക്കാർ. നാരായണ ഗുരുവിൻ്റെ മുഖത്തേക്ക് തുറിച്ചു നോക്കാൻ ആർക്കെങ്കിലും സാധിക്കുമായിരുന്നു? ഇല്ല. അതാണ് ആത്മീയ തേജസ് എന്ന് പറയുന്നതാണ്. അതെ അതെ. കരുണയോടെ യേശു ക്രിസ്തു ഒരുത്തനെ നോക്കിക്കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ അവൻ്റെ സകല തിന്മയെ അസ്തമിച്ചു പോകും. അവൻ കാൽക്കൽ വീഴും. ഒന്നും വേണ്ട, ഒരു നോട്ടം മതി. അത്രയ്ക്കൊന്നും എത്തുകയൊന്നും വേണ്ട. നമ്മുടെ ലൗകിക ജീവിതത്തിൽ പാലിക്കുന്ന ധർമ്മങ്ങൾ നിങ്ങൾ പാലിച്ചിട്ടുണ്ട്. ഇപ്പം ഈ പറയുന്ന തന്ത്രി, ഇദ്ദേഹം കൃഷി വകുപ്പിൽ ഉദ്യോഗസ്ഥനായിരുന്നു. ഈ കണ്ഠര് രാജീവർ. അത് കഴിഞ്ഞ് പെൻഷൻ കിട്ടുന്ന സ്ഥിതി എത്തിക്കഴിഞ്ഞപ്പോൾ VRS എടുത്തിട്ട് തന്ത്രി എന്ന് പറഞ്ഞിറങ്ങി. പണി വേറെ ആയിരുന്നു അല്ലേ? ആയിരുന്നു. ഇവരാരും തന്നെ പരമ്പരാഗതമായിട്ട് കുലത്തൊഴിലായിട്ട് തന്ത്രം സ്വീകരിച്ചവരോ ഒന്നുമല്ല. കൺവീനിയൻസ് അത് വെച്ചിട്ട് തന്ത്രിയാകും. ഇപ്പോൾ ബ്രഹ്മദത്തിനും അങ്ങനെയാണ്. അയാൾ എന്ത് തന്ത്രമാണ് പഠിച്ചത് എനിക്കറിയില്ല. ഇപ്പം ഇനി പഠിച്ചിട്ടുണ്ടെങ്കിൽ ശരി, അത് പ്രൂവ് ചെയ്യട്ടെ. അപ്പോൾ KS രാധാകൃഷ്ണൻ സാറ് റേസ് ചെയ്യുന്ന പ്രശ്നം ഇതാണ്. ജെനുവിനാണ്. ഞാൻ റേസ് ചെയ്യുന്ന പ്രശ്നം ഇതാണ്. ധർമ്മത്തിൻ്റെ പ്രശ്നമാണ്.
അതിൽ നിയമം പറഞ്ഞ് നിങ്ങൾക്ക് തോൽപ്പിക്കാൻ പറ്റും. ഞാനും കുറേ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ഞാൻ കൊണ്ടുവരാം. അത് നേരം take up ചെയ്യാൻ- വെളുക്കുന്നവരെ എനിക്കും സാറിനും തർക്കിക്കാം. യെസ്, പക്ഷെ അത് ടേക്കപ്പ് ചെയ്യാൻ എന്താ BJPക്ക് ബുദ്ധിമുട്ട്? അത് കാര്യം BJP രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയ്ക്ക് പൊതുജനാഭിപ്രായം, വോട്ട്, ഇതൊക്കെ ഒരു പ്രശ്നമാണ്. അപ്പം അവർക്ക് തീർത്തും മോറലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കാൻ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് സാധ്യമല്ല. പൊളിറ്റിക്സിൻ്റെ ഒരു പരിമിതി അതാണ്. ചില ഏരിയയിൽ അവർ കടന്നു കഴിഞ്ഞാൽ അവർക്ക് ദോഷം വരുമോ ഗുണം വരുമോ എന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ഇരുതല മൂർച്ചയുള്ള വാളാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻഫാക്റ്റ് പൊളിറ്റിക്കൽ പാർട്ടികൾ ഇതിൽ അഭിപ്രായം പറയാതിരിക്കുന്നതാണ് നല്ലത്. പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മറ്റ് പൊളിറ്റിക്കൽ പാർട്ടി ഇതിനെതിരായ സ്റ്റാൻഡ് എടുക്കും. കോൺഗ്രസ്സുകാരനോട് ചോദിക്കുമ്പോൾ അവർ പറയും, എടാ നീ പറയുന്നത് സത്യമാണ്, പക്ഷെ BJPക്കാർ ഇത് ചെയ്തു പോയില്ലേ, അപ്പോൾ നമുക്കതിന് വിരുദ്ധമായിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ലെ നമ്മളും BJPയും തമ്മിൽ കൂട്ടുകെട്ട് ഡീൽ എന്ന് പറഞ്ഞ് CPMകാർ ഇറങ്ങും. ഇങ്ങനെ സത്യവിരുദ്ധമായ ധർമ്മവിരുദ്ധമായ കാര്യങ്ങൾ പൊളിറ്റിക്സിൽ ഇവർക്ക് ചെയ്യേണ്ടി വരുന്നു. മിയർലി ബിക്കോസ് ദ അതർ പാർട്ടി ഹാസ് ടേക്കൺ ദ സ്റ്റാൻഡ്. എന്ന് പറഞ്ഞാൽ അഹമ്മദ് മാഷ് കൊള്ളാവുന്നവനാണെന്ന് CPM പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് കൊള്ളില്ലാത്തവനാണെന്ന് കോൺഗ്രസ്സുകാർ പറയും. സാറ് കോൺഗ്രസ്സുകാരോട് ചോദിക്കും, നിങ്ങൾ എന്തിനാ എന്നെ ചീത്ത പറയും? സാറേ സാറ് നല്ലവനാണെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ CPMകാർ അതെ ഈ രാഷ്ട്രീയ അന്തരീക്ഷത്തില് കരണീയമായിട്ടുള്ള ഒരു സുരക്ഷിതമായ നിലപാടിലാണ് ഇപ്പോൾ ഒരു രാജീവ് ചന്ദ്രശേഖരൻ ജി എടുത്തിട്ടുള്ളതെന്നാണ് അതെ അല്ലേ എന്ന് വേണം കരുതാൻ. ഓക്കെ, നന്ദി ടീച്ചർ. റൈറ്റ്.